മൊഡ്യൂൾ 3 നമുക്കറിയാം ഫോർജിങ് ആൻഡ് ഫർണസസ് ആണ്. നിങ്ങളത് ഈ മൊഡ്യൂളിൽ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൊഡ്യൂളിനകത്ത് 25 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മൊഡ്യൂൾ 3 ആയ നമ്മളെ ഫോർജിങ് ആൻഡ് ഫർണസിനകത്ത് നിന്നാണ് 25 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും വരുന്നത്. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോഴിനി നമുക്ക് ഇതിന്റെ സിലബസ് എന്താണെന്നുള്ളത്, സിലബസിനെ പറ്റി നമുക്കൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന സിലബസ് ആണെന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഹാൻഡ് ഫോർജിങ് അല്ലെ, അതിനകത്ത് വരുന്ന ഓപ്പറേഷൻസ് ആയ അപ്സെറ്റിങ്, ബെൻഡിങ്, സെറ്റിംഗ് ഡൗൺ, കട്ടിങ്, വെൽഡിങ്, പഞ്ചിങ്, ഡ്രോയിങ് ഔട്ട്, ജമ്പിങ്, കട്ടിങ്, ഫിനിഷിങ്, സ്പ്രെഡിങ്, ടാപ്പറിങ്. ഇനി നമ്മുടെ പവർ ഫോർജിങ്ങിനകത്ത് പ്രസ് ഫോർജിങ് ഉണ്ട്, ഡ്രോപ്പ് ഫോർജിങ് ഉണ്ട്, പിന്നെ ഡിഫക്ട്സ് ഇൻ ഫോർജിങ്ങിനകത്ത് ഡിഫക്റ്റുകൾ, ഫോർജിങ് ടെമ്പറേച്ചേഴ്സ് ഫോർ ഡിഫറെന്റ് സ്റ്റീൽ ആൻഡ് കളർ, അതിൽ മൈൽഡ് സ്റ്റീൽ, SS, HSS ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അലവൻസസ്, ഫോർജിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന അലവൻസസ്, ഫോർജബിൾ മെറ്റൽസ് ആൻഡ് നോൺ ഫോർജബിൾ മെറ്റൽസ്, ഹാർഡ്നസ് മെഷർമെന്റ്, റോക്ക് ബെർണൽ ഹാർഡ്നസ്, പിന്നെ ബ്ലാക്ക് സ്മിത്ത് അല്ലെങ്കിൽ ഹെർത്ത്, പിന്നെ ഫർണസസ്, അതിനകത്ത് ബെസിമർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോഴ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 പിന്നെ ഞാനൊരു കാര്യം പറയും. ഇന്നിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഇന്നിപ്പോ നമ്മുടെ മറ്റേ എന്താണ് മൈക്രോഫോൺ നിങ്ങളുടേത് എനേബിൾ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഇതും കഴിഞ്ഞ് ഞാൻ ഡൗട്ട് വല്ലതും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് പോവാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്സെറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ്. അപ്പൊ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓഫ്, ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഇൻക്രീസിങ് ലെങ്ത് കൂട്ടാനുള്ള പ്രോസസ് ആണോ, ഓപ്ഷൻ ബി ഡിക്രീസിങ് ലെങ്ത് ആൻഡ് ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ ആണോ, അതായത് ലെങ്ത് കുറച്ചിട്ട് ക്രോസ് സെക്ഷൻ കൂട്ടുന്ന പ്രോസസ് ആണോ, സി പഞ്ചിങ് ഹോള് പഞ്ച് ചെയ്യാനുള്ളതാണോ, ഡി റെഡ്യൂസിങ് വിട്ട് കുറയ്ക്കാനുള്ളതാണോ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 4 ഓപ്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ അപ്സെറ്റിംഗിൽ നമ്മൾ വർക്ക് പീസിന് ആക്സിസിന് പാരലായിട്ട് കംപ്രസ് ചെയ്യും. ആക്സിസിന് പാരലായിട്ട് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് വർക്ക് പീസിൽ കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ലെങ്ത് കുറയുകയും അതിന്റെ ഡയമീറ്റർ കൂടുകയും ചെയ്യും. അതായത് ലെങ്ത് എന്ന് പറയുന്ന ലീനിയർ ഡയമെൻഷൻ കുറയുകയും ഡയമീറ്റർ എന്ന് പറയുന്ന ലാറ്ററൽ ഡയമെൻഷൻ കൂടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ ബി ആണ്, ഡിക്രീസിങ് ലെങ്ത് ആൻഡ് ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ, ഇതാണ് നമ്മുടെ ആൻസർ. അത് ഓപ്ഷൻ ബി ആണ് ആൻസർ. അത് നിങ്ങൾക്ക് വലിയ അതിനകത്തൊരു ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. എന്നാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തന്നോളാം. ഓക്കെ, മെസ്സേജ് നിങ്ങൾ ഇട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ഇതിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 പോവാം. അപ്സെറ്റിംഗ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഫോം. അതായത് അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമുക്കറിയാം. ഈ അപ്സെറ്റിംഗ് എന്തുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഗിയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, ഓപ്ഷൻ ബി ബോൾട്ട് ഹെഡ്സ് ആൻഡ് റിവറ്റ് ഹെഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, ഓപ്ഷൻ സി നട്ട്സ്, ചെയിൻസ്. നമുക്കറിയാം ഈ ബോൾട്ടുകൾക്കും റിവറ്റുകൾക്കും എല്ലാം ഒരു എൻഡ് തിക്കായിരിക്കണം. കാര്യം ആ ബോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബോൾട്ടിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് അവിടെയാണ് ബോൾട്ടിന്റെ ഹെഡ് വരുന്നത്. റിവറ്റിനും അങ്ങനെ ഒരു ഹെഡ് വരും. ഈ അപ്സെറ്റിംഗ് വഴിയാണ് നമ്മൾ ഈ എൻഡിന് തിക്കൻ ചെയ്യുന്നതും അങ്ങനെ ആ ഹെഡ് ഉണ്ടാക്കി എടുക്കുന്നതും ഈ അപ്സെറ്റിംഗ് പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബോൾട്ടിന്റെയൊക്കെ അല്ലെങ്കിൽ റിവറ്റിന്റെയൊക്കെ ഒരു എൻഡ് മാത്രം അതിന്റെ തിക്നെസ് കൂട്ടുന്നത്. അപ്പൊ ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന ഏതാണ് അപ്സെറ്റിംഗ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ബോൾട്ട് എടുത്താലും ഇതിന്റെ ഒരു എൻഡ് നമുക്ക് ഒരു ഹെക്സാഗണൽ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതിനാണ്. അതിനകത്ത് നമുക്കൊരു നമ്മുടെ ഒരു സ്പാനറോ അല്ലെങ്കിൽ ഒരു റിംഗ് സ്പാനറോ അല്ലെങ്കിൽ ഒരു ബോക്സ് സ്പാനറോ ഒക്കെ ഇട്ടിട്ട് അതിനെ ടൈറ്റ് ചെയ്യാനോ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതിന്റെ ആ ഹെഡിനകത്ത് നമ്മൾ ഈ പറയുന്ന ഷേപ്പ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ബോൾട്ട് ഹെഡ്സ് ആൻഡ് റിവറ്റ് ഹെഡ്സ്. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓർത്ത് വയ്ക്കുക. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് പോവാം. ദ മോസ്റ്റ് കോമൺ ഡിഫക്ട് ഡ്യൂറിങ് അപ്സെറ്റിംഗ് ഈസ്. അതായത് അപ്സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കോമൺ ആയിട്ട് വരുന്ന ഡിഫക്റ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് അപ്സെറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിഫക്റ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനകത്ത് ഒന്നാമത് പറയുന്നത് പിറ്റിങ്, രണ്ടാമത് സ്കെയിലിങ്, മൂന്നാമത് പറയുന്നത് ബക്ലിംഗ് ഓർ ഫിഷ് ടെയിലിംഗ്, നാലാമത് പറയുന്നത് ശ്രിങ്കേജ് ക്രാക്സ്. അപ്പൊ നമുക്കറിയാം അപ്സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കംപ്രഷൻ ഫോഴ്സ് അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് ആണ് അങ്ങോട്ട് കൊടുക്കുന്നത്.
അപ്പൊ ഈ കംപ്രസീവ് ഫോഴ്സ് അൺഈവൺ ആയി കഴിഞ്ഞാൽ, അതായത് ഒരേ കണക്കല്ലാതെ ഉള്ള അൺഈവൻ കംപ്രസീവ് ഫോഴ്സ് കൊടുത്താല് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അതിന്റെ സൈഡിൽ നിന്ന് ബൾജായി പുറത്തോട്ട് വരും. വർക്ക് പീസിന്റെ സൈഡിൽ നിന്ന് ബൾജ് ചെയ്ത് പുറത്തോട്ട് വരും. ഇതിനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്നത് കംപ്രസീവ് ഫോഴ്സ് ആണ്. ഈ കംപ്രസീവ് ഫോഴ്സ് ഈവൻ ആയിട്ടുള്ള അല്ല, അതായത് അൺഈവൻ കംപ്രസീവ് ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, ഈ വർക്ക് പീസ് ബൾജ് ചെയ്ത് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് പറയുന്നത്. ബക്ലിംഗ്. ഈ ബക്ലിങ്ങിന് പറയുന്ന വേറൊരു പേരാണ് ഫിഷിംഗ് എന്നും ചിലപ്പോൾ ഫിഷ് ടെയിലിംഗ് എന്നും പറയാറുണ്ട്. ഫിഷിംഗ് എന്ന് അതിനെക്കാട്ടി കൂടുതൽ ചില ബുക്കുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫിഷിംഗ് എന്ന് പറയും, ചില ബുക്കിൽ ഫിഷ് ടൈലിംഗ്. മോസ്റ്റ് പ്രോബബ്ലി അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ബക്ലിംഗ് അല്ലെങ്കിൽ ഫിഷ് ടൈലിംഗ് ആണ്. ഫിഷ് ടൈലിംഗ് ഓർത്ത് വയ്ക്കുക, ബക്ലിംഗ് അല്ലെങ്കിൽ ഫിഷ് ടൈലിംഗ്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ബക്ലിംഗ് ഓർ ഫിഷ് ടൈലിംഗ്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 പോവാം. അതായത് നമ്മുടെ ബെൻഡിങ് ഈസ് യൂഷ്വലി പെർഫോംഡ് അറ്റ് വിച്ച് കണ്ടീഷൻ. നമ്മൾ ഈ ബെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം. ബെൻഡിങ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ഒരു വർക്ക് പീസിനെ എടുത്തിട്ട് നമ്മൾ ഒരു ബെൻഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഒരു കർവ് പോലെയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൻഡിങ് ഉപയോഗിക്കുന്നത്. ഈ ബെൻഡിങ് ഏത് കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നതാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ബെൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കണ്ടീഷനിൽ ആണ് നമ്മൾ ബെൻഡിങ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അവർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് കൊടുത്തേക്കുന്ന ഓപ്ഷൻ കോൾഡ് മെറ്റൽ ഉള്ളി, കോൾഡ് മെറ്റലിൽ മാത്രമാണോ ബെൻഡിങ് ചെയ്യുന്നത്. രണ്ടാമത് ഹോട്ട് മെറ്റൽ ഉള്ളി, ഹോട്ട് മെറ്റലിൽ മാത്രമാണ്. either ഹോട്ട് ഓർ കോൾഡ് ഡിപ്പെൻഡിങ് ഓൺ മെറ്റീരിയൽ. അതായത് ഹോട്ടായിട്ടും ചെയ്യാം കോൾഡായിട്ടും ചെയ്യാം, മെറ്റീരിയലിനെ ബേസ് ചെയ്ത് അത് മാറും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെവർ റിക്വയർഡ് ഇൻ ഫോർജിങ്, അതായത് ബെൻഡിങ് ഫോർജിങ്ങിൽ ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ നമ്മൾ ഫോർജിങ്ങിൽ ബെൻഡിങ് ചെയ്യുന്നത് ഹോട്ട് കണ്ടീഷനിലാണ്. മെറ്റലിനെ ഹോട്ട് ആക്കിയിട്ടാണ് നമ്മൾ അതിനെ ബെൻഡ് ചെയ്യുന്നത് സാധാരണ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സോഫ്റ്റ് മെറ്റൽസ് ആയ അലൂമിനിയവും അതിനൊക്കെ തന്നെ കോപ്പറും പോലുള്ള മെറ്റൽസിനെ നമ്മൾ കോൾഡ് കണ്ടീഷനിലാണ് ബെൻഡ് ചെയ്യുന്നത്. അതായത് ഹോട്ട് കണ്ടീഷനിലും കോൾഡ് കണ്ടീഷനിലും നമുക്ക് ഈ പറയുന്ന മെറ്റലിനെ ബെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അലൂമിനിയം കോപ്പറും ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മെറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ കോൾഡ് കണ്ടീഷനിലാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹോട്ട് കണ്ടീഷനിൽ വേണമെങ്കിലും കോൾഡ് കണ്ടീഷനിൽ വേണമെങ്കിലും ബെൻഡിങ് ചെയ്യാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കോൾഡ് മെറ്റലിനെ മാത്രമല്ല ബെൻഡ് ചെയ്യാൻ പറ്റുന്നത്, ഹോട്ട് മെറ്റലിനെ മാത്രമല്ല ബെൻഡ് ചെയ്യാൻ പറ്റുന്നത്, നെവർ റിക്വയർഡ് ഫോർജിങ്ങും നമുക്ക് ഫോർജിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെൻഡിങ് ചെയ്തേ പറ്റുള്ളൂ. കാര്യം നമുക്ക് ബെൻഡ് ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ അതിനകത്ത് വരും. അപ്പൊ ഏതർ ഹോട്ട് ഓർ കോൾഡ് ഡിപ്പെൻഡിങ് ഓൺ വരും. മെറ്റീരിയലിനെ ബേസ് ചെയ്ത് സോഫ്റ്റ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് കോൾഡ് കണ്ടീഷനിൽ ബെൻഡ് ചെയ്യാം. അലൂമിനിയം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കോൾഡ് കണ്ടീഷനിലും ബെൻഡ് ചെയ്യാം. അപ്പം ഏതർ ഹോട്ട് ഓർ കോൾഡ് ഡിപ്പെൻഡിങ് ഓൺ മെറ്റീരിയൽ. മെറ്റീരിയലിനെ ബേസ് ചെയ്ത് ഹോട്ട് ബെൻഡിങ് നടത്താം, കോൾഡ് ബെൻഡിങ് നടത്താം. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ഏതർ ഹോട്ട് ഓർ കോൾഡ് ഡിപ്പെൻഡിങ് അപ്പോൺ മെറ്റീരിയൽ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 പോവാം. ബെൻഡിങ് ഫോർക്ക് ഈസ് യൂസ്ഡ് ടു, അതായത് ബെൻഡിങ് ഫോർക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. ബെൻഡിങ് ഫോർക്ക് എന്നൊരു സാധനമുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബെൻഡിങ്ങിനെ നമ്മൾ പെർഫോം ചെയ്തത്. ഈ ബെൻഡിങ് ഫോർക്ക് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മെഷർ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ബെൻഡിങ് ഫോർക്കിനെ യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം. ഹോൾഡ് ദ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബെൻഡിങ് ഫോർക്കിനെ യൂസ് ചെയ്യുന്നത്. മേക്ക് ഷാർപ്പ് ബെൻഡ്സ്, അതായത് അത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ ഡി ഫ്ലാറ്റൻ ദ ബെൻഡിനെ ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയാണോ എന്ന് വെച്ചാൽ അല്ല. അതായത് ഷാർപ്പ് ബെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ബെൻഡിങ് ഫോർക്കിനെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ മെറ്റല് കൊളാപ്സ് ആവാതെ ബെൻഡ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരാണ് ബെൻഡിങ് ഫോർക്ക്. അതായത് ഒരു മെറ്റലിനെ നമ്മൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റൽ കൊളാപ്സ് ആയി പോകരുത്. അതായത് അത് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ക്രാക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിനകത്തുള്ള മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് മാറാത്ത രീതിയിൽ നമുക്ക് അതിനെ ബെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫോർക്കാണ് നമ്മൾ ബെൻഡിങ് ഫോർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു മെറ്റലിനെ ബെൻഡ് ചെയ്ത് ഷാർപ്പായിട്ടുള്ള ബെൻഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ടൂളിന് പറയുന്ന പേരാണ് ബെൻഡിങ് ഫോർക്ക്. നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, മേക്ക് ഷാർപ്പ് ബെൻഡ്സ്. ഓക്കെ അല്ലേ? ആരെങ്കിലും ഒരാൾ ഓക്കെ എന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമായിരുന്നു. ഓക്കെ, മിസ്റ്റർ ജിബിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഓക്കെ ആണ്. ഓക്കെ,
ശരി, അടുത്തത് ഇൻ ബെൻഡിങ് ഓപ്പറേഷൻ സ്പ്രിംഗ് ബാക്ക് റെഫേഴ്സ്. ഈ സ്പ്രിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അതായത് ബെൻഡിങ് ഓപ്പറേഷൻ സ്പ്രിംഗ് ബാക്ക്, വാട്ട് ഈസ് സ്പ്രിംഗ് ബാക്ക് എന്നുള്ളതാണ് ചോദിച്ചത്. ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് മെറ്റൽ ക്രാക്കിംഗ്. മെറ്റൽ ക്രാക്ക് ആവുന്നതാണോ, മെറ്റൽ ഹീറ്റിംഗ് ആണോ, പിന്നെ മെറ്റൽ സ്ലൈറ്റ്ലി റിട്ടേൺ ടുവേർഡ്സ് ഒറിജിനൽ ഷേപ്പ് ആണോ, കൂളിംഗ് ഓഫ് ദ മെറ്റൽ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ പറയുന്ന മെറ്റലിനെ എടുത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ നമ്മളുടെ അടുത്ത് ബെൻഡ് ചെയ്യുവാണ്. ഈ ബെൻഡിങ് ഫോഴ്സ് നമ്മൾ ഈ കൊടുത്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഈ എലാസ്റ്റിസിറ്റി കാരണം ഈ മെറ്റൽ സ്ലൈറ്റ് ആയിട്ട് നമ്മൾ ബെൻഡ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പോവും. ഓക്കെ, അങ്ങനെ ബെൻഡ് ആയി വരുന്ന മെറ്റല്, അങ്ങനെ നമ്മൾ ആ തിരിച്ചു പോകുന്ന ആ ഫിനോമിനൻ നമ്മൾ പറയുന്ന പേരാണ് സ്പ്രിംഗ് ബാക്ക് എഫക്ട്. ഓക്കെ, അതായത് നമ്മളൊരു മെറ്റലിനെ എടുത്ത് ബെൻഡ് ചെയ്യുന്നു. ആ ബെൻഡ് ചെയ്യാൻ നമ്മൾ ബെൻഡിങ് ഫോർക്ക് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ബെൻഡ് ചെയ്യുന്നു. ഈ ബെൻഡ് ചെയ്യാൻ നമ്മളൊരു 90 ഡിഗ്രി ബെൻഡ് ചെയ്ത് വെച്ചാലും ഇത് നമ്മൾ ഈ ബെൻഡിങ് ഫോഴ്സ് അങ്ങ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എലാസ്റ്റിസിറ്റി കാരണം ഇതൊരു 89 അല്ലെങ്കിൽ 88 ഡിഗ്രിയോ ഒക്കെ തിരിച്ച് പോയി നമ്മൾ ബെൻഡ് ചെയ്തതിനെക്കാട്ടും തിരിച്ചു പോയി നിൽക്കും. അപ്പൊ നമുക്ക് 90 ഡിഗ്രി ബെൻഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 91 ഡിഗ്രി ബെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ സ്പ്രിംഗ് ബാക്ക് എഫക്റ്റ് കാരണം ആ ബാക്കിലോട്ട് പോകുന്ന ആ ആംഗിളിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ബെൻഡിങ് ഫോഴ്സ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എലാസ്റ്റിസിറ്റി കാരണം നമ്മൾ മെറ്റൽ സ്ലൈറ്റ് ആയി നമ്മൾ ബെൻഡ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ആവും. ബെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റിലായിട്ട് ചെറുതായിട്ട് ഇതൊന്ന് തിരിച്ചു പോകും. അത് എലാസ്റ്റിസിറ്റി കൊണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ ബെൻഡ് ആംഗിൾ നമ്മൾ സ്ലൈറ്റ് ആയിട്ട് കുറയും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് 90 ഡിഗ്രി വരത്തില്ല. ഈ ബെൻഡ് നമ്മൾ ഈ പറയുന്ന തിരിച്ചു പോകുന്നുണ്ടല്ലേ സ്പ്രിംഗ് ബാക്ക് എഫക്റ്റ് കൊണ്ട് ഇതൊരു 89 88 ഡിഗ്രി ഒക്കെ ആയി മാറും. അപ്പൊ നമ്മൾ അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 90 ഡിഗ്രി നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 91 92 ഡിഗ്രി ആയിട്ട് അതിനെ ആദ്യമേ ബെൻഡ് ചെയ്യണം. അപ്പൊ ഈ 1 2 ഡിഗ്രി ഇത് സ്പ്രിംഗ് ബാക്ക് എഫക്റ്റ് കാരണം ബാക്കിലോട്ട് പോയാലും നമുക്ക് ഫൈനലി ഈ വർക്ക് പീസിന്റെ ഡയമെൻഷൻ നമുക്ക് ഈ പറഞ്ഞ 90 ഡിഗ്രിയിൽ കിട്ടും. ഒരു എക്സാമ്പിൾ ആണ്. എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷനിലൂടെ പോവാം. കൂളിംഗ് ഓഫ് മെറ്റൽ കൂൾ ചെയ്യാൻ അല്ല, അതായത് മെറ്റൽ സ്ലൈറ്റ്ലി റിട്ടേൺസ് ടുവേർഡ്സ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആണ് നമ്മൾ ഈ പറയുന്ന സ്പ്രിംഗ് ബാക്ക് എഫക്ട് എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, സ്പ്രിംഗ് ബാക്ക് എഫക്ട്. സ്പ്രിംഗ് ബാക്ക് മറന്നു വരുത്. നമ്മൾ ഈ പറയുന്ന മെറ്റലിനെ നമ്മൾ പിടിച്ച് വളയ്ക്കുമ്പോൾ നമ്മൾ ഈ വളയ്ക്കുന്ന ആ ഫോഴ്സ് റിലീസ് ചെയ്താലും ഈ മെറ്റല് നമ്മൾ റിലീസ് ചെയ്യുന്നിടത്ത് നിൽക്കില്ല, അത് കുറച്ച് ബാക്കിലോട്ട് പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന 90 ഡിഗ്രി ബെൻഡ് ആണെങ്കിൽ അതിൽ 90 ഡിഗ്രി കിട്ടൂല, അതിന് 89 88 ഡിഗ്രി കിട്ടത്തുള്ളൂ. അത്രേ അത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആൾറെഡി നമ്മൾ എന്ത് ചെയ്യണം? ഈ 90 ഡിഗ്രി ബെൻഡ് ചെയ്യാതെ 91 92 ഡിഗ്രി ബെൻഡ് ചെയ്താൽ ഈ 2 ഡിഗ്രി അത് ബാക്കിലോട്ട് പോയാലും 90 ഡിഗ്രി വന്ന് നിൽക്കും. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റിംഗ് ഡൗൺ ഇൻ ഫോർജിങ് ഈസ് ഡൺ ടു. അതായത് സെറ്റിംഗ് ഡൗൺ എന്ന് പറഞ്ഞ പ്രോസസ് നമുക്കറിയാം. സെറ്റിംഗ് ഡൗൺ, അപ്പൊ സെറ്റിംഗ് ഡൗൺ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ഓർത്ത് വെക്കണം. നിങ്ങൾ ചെറുതായിട്ട് ചെറിയ നൊട്ടേഷൻസ് വഴിയൊക്കെ ഇത് എവിടെയെങ്കിലുമൊക്കെ എഴുതി ഇടയ്ക്കിടയ്ക്ക് നോക്കണം. തിക്നെസ് കുറച്ച് വിട്ട് കൂട്ടുന്ന പ്രോസസ്സാണ് സെറ്റിംഗ് ഡൗൺ. അപ്പൊ സെറ്റിംഗ് ഡൗണിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? തിക്നെസ്സിനെ കുറച്ചിട്ട് വിട്ട് കൂട്ടും. അത് സെറ്റിംഗ് ഡൗൺ പ്രോസസ്. നമ്മൾ ഒരു ചെറിയ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ഏരിയയിൽ നമ്മൾ സൈഡിൽ നിന്ന് കംപ്രസ് ചെയ്യും. കംപ്രസീവ് ഫോഴ്സ് സൈഡിൽ നിന്ന് കൊടുക്കും. അങ്ങനെ തിക്നെസ് കുറയുകയും അതിന്റെ വിട്ട് കൂടുകയും ചെയ്യും. അതായത് നമ്മൾ ഈ കൊടുത്തേക്കുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ ഓപ്ഷൻ എ ഇൻക്രീസ് തിക്നെസ് കൂട്ടാനാണോ? തിക്നെസ് കൂടുകയല്ല ചെയ്യുന്ന, സെറ്റിംഗ് ഡൗണിൽ തിക്നെസ് കുറയുവാണ് എന്ന് ഓർത്ത് വയ്ക്കുക. സെറ്റിംഗ് ഡൗണിൽ തിക്നെസ് കുറയുവാണ്. നിങ്ങൾ ഇപ്പം ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രോസസ് ഉള്ളത് കൊണ്ട് ഇതിൽ 2 ടി ഉണ്ട്. ടി അതായത് തിക്നെസ് കുറയുന്നു. അങ്ങനെ വല്ല ഓർത്ത് വെച്ചാൽ മതി. അല്ല നമുക്ക് ഇതെല്ലാം കൂടെ നമ്മളെ ഇതിൽ നിർത്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത്തിരി പാടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ടിപ്സുകൾ ഉപയോഗിക്കുക. സെറ്റിംഗ് ഡൗൺ 2 കീ ഉണ്ട്, അതിന് തിക്നെസ് കുറയും. ഇനി റെഡ്യൂസ് തിക്നെസ് ലോക്കലി, അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം നമ്മൾ തിക്നെസ് കുറയ്ക്കുന്നു. ഇനി ഇൻക്രീസ് ലെങ്ത് നമ്മൾ ഇതിനകത്ത് സെറ്റിംഗ് ഡൗണിനകത്ത് ലെങ്ത് ഒരു പാർട്ടേ അല്ല. ലെങ്ത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ നമ്മൾ ചെയ്യുന്നത് തിക്നെസ് കുറച്ച് വിട്ട് കൂട്ടുന്ന പ്രോസസ്സാണ് സെറ്റിംഗ് ഡൗൺ. അപ്പൊ ലെങ്ത് നമുക്ക് ഒരിക്കലും ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. മേക്ക് ഹോൾ ഉണ്ടാക്കുന്നതിന് പ്രോസസ് നമ്മൾ പറയുന്ന ഒരു പഞ്ചിങ് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഡ്രില്ലിംഗ് എന്ന് പറയാൻ, ഫോർജിങ് ആയതുകൊണ്ട് നമുക്ക് ഡ്രില്ലിംഗ് പറയാൻ പറ്റത്തില്ല, പഞ്ചിങ് പറയാം. അപ്പൊ നമ്മുടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ.
റെഡ്യൂസ് തിക്നെസ് ലോക്കലി, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം, ലോക്കലി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ചെയ്യുന്നതാണ്. ആ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ തിക്നെസ് കുറച്ചിട്ട് അതിന്റെ വിഡ്ത് കൂട്ടുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് സെറ്റിംഗ് ഡൗൺ. മറന്നു പോകരുത്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് പോവാം. വിച്ച് ടൂൾ ഹെൽപ്സ് റിഫൈൻ ദ സർഫസ് ആഫ്റ്റർ സെറ്റിംഗ് ഡൗൺ? അതായത് ഞാൻ പറഞ്ഞേക്കുന്നത് സെറ്റിംഗ് ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഇതിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് റിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സെറ്റിംഗ് ഡൗണിനകത്ത് നമ്മൾ സെറ്റിംഗ് ഡൗൺ പ്രോസസ്സിൽ നമ്മൾ സെറ്റ് ഹാമർ ഉപയോഗിച്ചാണ് ആദ്യം കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക. സെറ്റിംഗ് ഡൗണിനകത്ത് സെറ്റ് ഹാമർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഹാമർ ഉണ്ട്. ഈ ഹാമർ ഉപയോഗിച്ചാണ് ആദ്യമേ ഇതിനെ നമ്മൾ കംപ്രസീവ് ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ ഫ്ലാറ്റർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഫ്ലാറ്റർ. അത് ഉപയോഗിച്ച് നമ്മൾ ഈ സർഫസ് സ്മൂത്ത് ആക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം എന്ത് സെറ്റിംഗ് ഡൗണിൽ ആദ്യം നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ ഒരു കംപ്രസീവ് ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സെറ്റ് ഹാമർ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഏകദേശ രൂപമാണ് അപ്പൊ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സർഫസ് ഒന്നും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ഫ്ലാറ്റർ എന്ന് പറഞ്ഞ ടൂളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതിൽ കൊടുത്തേക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷനെ പഞ്ച് ഉപയോഗിക്കുന്ന ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി. ബെൻഡിങ് ഫോർക്ക് നോക്കിക്കഴിഞ്ഞാൽ ബെൻഡിങ് ഫോർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഡ്രിഫ്റ്റ് ഉപയോഗിക്കുന്നതിനാണ്. ഈ പഞ്ച് ചെയ്ത നമ്മൾ ഒരു ഹോള് പഞ്ച് ചെയ്തിട്ട് അതിനകത്ത് ആ ഹോളിനെ കറക്റ്റ് ഷേപ്പാക്കി അതിന്റെ അൺഈവൻനെസ് ഒക്കെ മാറ്റാനും അതിനകത്തുനിന്ന് ഈ അടർന്ന് വീഴാനിരിക്കുന്ന നമ്മുടെ ആ മറ്റേ സ്ക്രാപ്പിനെ റിമൂവ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ ഡ്രിഫ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് മൂന്നുമല്ല, പഞ്ചുമല്ല, ബെൻഡിങ് ഫോർക്കും അല്ല, ഡ്രിഫ്റ്റും അല്ല. അപ്പൊ നമുക്ക് അറിയുകയും ചെയ്യാം എന്താണ് സെറ്റിംഗ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫൈനൽ സ്മൂത്തിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിന്റെ പേര് ഫ്ലാറ്റർ എന്നാണ്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ഫ്ലാറ്റർ. ഓക്കെ, അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഐഡൽ ഹാമറിംഗ് ടെക്നിക് ഡ്യൂറിങ് സെറ്റിംഗ് ഡൗൺ? സെറ്റിംഗ് ഡൗൺ ഇപ്പൊ ഹാമറിംഗ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പൊ ഒരു ആണി എടുത്ത് നിങ്ങൾ ചെവിൽ അടിച്ച് കയറ്റുന്നു, നിങ്ങൾക്ക് പട 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 ഇങ്ങനെ ഹാമറിംഗ് കൊടുക്കുക. ചിറ്റിലെടുത്ത് ഇങ്ങനെ ഹാമർ എടുത്തിട്ട് ഇങ്ങനെ പട 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 കൊടുക്കുക. ആദ്യം ഒരു അടി അടിച്ച്, പിന്നെ കുറച്ച് അടിച്ച്, പിന്നെ അങ്ങനെ കുറച്ച് ടൈം എടുത്ത് കൊടുക്കുക. അത് ഫാസ്റ്റ് ലൈറ്റ് ബ്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക. അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറച്ച അടികൾ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടി കൊടുക്കാം. ഇനി എൻ്റെ ഈ ഹാമറിന്റെ ബാക്കിൽ പീൻ എന്നുള്ള സാധനമുണ്ട്, അറിയാലോ. ഈ പീൻ ഉപയോഗിച്ച് അടിക്കാം. അപ്പൊ അവൻ കൊടുത്തേക്കുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ ഫാസ്റ്റ് ലൈറ്റ് ബ്ലോസ് ഉണ്ട്. ഫാസ്റ്റ് ലൈറ്റ് ബ്ലോസ് എന്ന് പറയുന്നത് എന്താണ്? പടപടപടാ നിങ്ങൾ കുഞ്ഞ് ഫോഴ്സ് ഉപയോഗിച്ച് അതായത് ലൈറ്റ് ആയിട്ടുള്ള ബ്ലോ കൊടുക്കുന്നു. രണ്ടാമത് സ്ലോ ഹെവി ബ്ലോസ് കൊടുക്കുന്നു. മൂന്നാമത് കൊടുത്തേക്കുന്നത് റാൻഡം ബ്ലോ. നിങ്ങൾക്ക് തോന്നിയ കണക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഒരു ആധാരമില്ല, നിങ്ങൾക്ക് തോന്നിയ രീതിയിലുള്ള അടി നിങ്ങൾ അടിക്കുന്നു. അടുത്ത ഓപ്ഷൻ ഡി കൊടുത്ത യൂസിങ് ബോത്ത് പീൻസ്, അതായത് ഇതിനകത്ത് പീൻസ് ഉപയോഗിച്ചാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സെറ്റിംഗ് ഡൗണിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റിംഗ് ഡൗൺ പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള ഹെവി ബ്ലോ ആണ് കൊടുക്കുന്നത്. ഓർത്ത് വയ്ക്കുക, സെറ്റിംഗ് ഡൗണിൽ നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള നമ്മുടെ കൺട്രോളിലുള്ള, അതായത് വളരെ സ്ലോ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ബ്ലോ ആണ് അടിക്കുന്നത്. ഭയങ്കര സ്ലോ ആയിട്ടാണെങ്കിലും ഇത് ഹെവി ബ്ലോസ് ആയിരിക്കും, അത് ഓർത്ത് വയ്ക്കണം. അങ്ങനെ നല്ല നമ്മളെ കംപ്രഷൻ, നല്ല രീതിയിലുള്ള കംപ്രഷനും കിട്ടും, അതിന് ഷേപ്പും കറക്റ്റ് ആയിട്ട് വരും. നമ്മൾ ഈ പറയുന്ന സ്ലോ ആയിട്ടുള്ള ഹെവി ബ്ലോ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കംപ്രഷനും ഷേപ്പും അതിനകത്ത് കിട്ടും. അതായത് ഈ കൊടുത്തേക്കുന്ന ഓപ്ഷനിൽ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, സ്ലോ ഹെവി ബ്ലോസ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോവാം. ദ കട്ടിംഗ് എഡ്ജ് ഓഫ് എ ഹോട്ട് ചിസൽ ഈസ് ടിപ്പിക്കൽ. നിങ്ങൾ ഈ ചിസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ നമ്മുടെ തടിയൊക്കെ വെട്ടിയെടുക്കാനും ചീവി എടുക്കാനും ഒക്കെ നമ്മൾ ആശാരിമാർ ഉപയോഗിക്കുന്ന ഉളി എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ചിസൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഇതിനകത്ത് നമ്മുടെ ഫോർജിങ്ങിൽ നമ്മൾ ചിസൽ 2 ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഹോട്ട് ചിസലും ഉണ്ട്, കോൾഡ് ചിസലും ഉണ്ട്. മെറ്റീരിയൽ ഹോട്ട് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽ നിങ്ങൾ കട്ട് ചെയ്ത് 2 പീസ് ആക്കാനോ അല്ലെങ്കിൽ അതിനെ ഷേപ്പ് ചെയ്യാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന ഹോട്ട് ചിസൽ എന്ന് പറയുന്നത്. ഈ ഹോട്ട് ചിസലിന്റെ കട്ടിംഗ് എഡ്ജ് ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് കട്ടിംഗ് എഡ്ജ് ഓഫ് എ ഹോട്ട് ചിസൽ ഈസ് ടിപ്പിക്കലി, ഒന്ന് അവൻ പറയുന്നത് വെരി ഷാർപ്പ് ലൈക്ക് തന്നെ, ഒരു കത്തിയുടെ കട്ടിംഗ് എഡ്ജ് പോലെ ഭയങ്കര ഷാർപ്പാണോ എന്നുള്ളത്. 2 കൊടുത്തിരിക്കുന്നത് ബ്ലണ്ട് ആൻഡ് തിക്ക്, അതായത് അത്ര ഷാർപ്പ് ഒന്നുമല്ല, കുറച്ച് തിക്നെസ് ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ആണെന്നുള്ളത്. സി റൗണ്ട് ഷേപ്പിലുള്ളതാണെന്നുള്ളത്. ഡി സ്ക്വയർ, നമുക്കറിയാം വെരി ഷാർപ്പും അല്ല, റൗണ്ടും അല്ല, സ്ക്വയറും അല്ല. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ബ്ലെൻഡായ
തിക്ക് എഡ്ജ് ആയിരിക്കും നമ്മളെ ഹോട്ട് ചിസലിന്റെ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത്. ഓർക്കുക, ഹോട്ട് ചിസലിന്റെ കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു തിക്ക് എഡ്ജ് ആയിരിക്കും. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹോട്ട് മെറ്റലിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിസലിന്റെ കട്ടിങ് എഡ്ജിൽ ബേണിങ്ങും ചിപ്പിങ്ങും അതുപോലുള്ള ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബ്ലെൻഡും തിക്കുമായ ഒരു കട്ടിങ് എഡ്ജ് ഉണ്ടാക്കി വെക്കുന്നത്. ഓർക്കുക, നമ്മൾ ഈ മെറ്റലിനെ, ഹോട്ട് മെറ്റലിനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ടൂളാണ് ഹോട്ട് ചിസൽ. ഈ ഹോട്ട് ചിസലിന്റെ കട്ടിങ് എഡ്ജ് നമ്മൾ ബ്ലെൻഡും തിക്കുമായി വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്താണ് ബേണിങ്ങും ചിപ്പിങ്ങും ഒന്നും ഉണ്ടാവരുത്. കാര്യം നമ്മൾ ഭയങ്കര ഷാർപ്പും ഭയങ്കര നൈഫ് പോലെയുള്ള വളരെ തിന്നായിട്ടുള്ള സെക്ഷനാണ് ഇതിന്റെ കട്ടിങ് എഡ്ജിൽ വരുന്നതെങ്കിൽ നമ്മൾ ഈ ഹോട്ട് മെറ്റലിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബേണിങ്ങും ചിപ്പിങ്ങും ഒക്കെ ഉണ്ടാവും. ഈ ബേണിങ്ങും ചിപ്പിങ്ങും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഹോട്ട് ചിസലിന്റെ കട്ടിങ് എഡ്ജിനെ ബ്ലെൻഡും തിക്കും ആക്കുക. അതായത് ഭയങ്കര ഷാർപ്പും അല്ല, കുറച്ച് തിക്നെസ് ഉള്ളതാക്കി വെക്കും. എങ്കിലേ ഇതിന് ഈ പറയുന്ന ടെമ്പറേച്ചറൊക്കെ വിസ്റ്റാൻഡ് ചെയ്ത് ഈ മെറ്റലിനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ബ്ലെൻഡ് ആൻഡ് തിക്ക്. മറന്നു പോകരുത്. നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിരിക്കും, അത് കണക്ക് തന്നെ എന്തായിരിക്കും നമ്മുടെ ഭയങ്കര തിക്നെസ് കുറഞ്ഞതായിരിക്കും, നൈഫ് പോലെ എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഭയങ്കര തിക്കും ബ്ലൻഡുമാണ്. ഷാർപ്നെസ് നമുക്ക് ഇങ്ങനെ ഈ പറയുന്ന നമ്മുടെ ഇതായിരുന്നു ഒരു ബ്ലേഡ് പോലെയോ തിന്നോ ആയിട്ടോ അല്ലെങ്കിൽ എന്തുവായിരുന്നു ഭയങ്കര ഷാർപ്പൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ മേലിൽ കൊടുക്കുന്ന ഫോഴ്സ് വെച്ചിട്ടാണ്, കംപ്രസീവ് ഫോഴ്സ് വെച്ചിട്ടാണ് മെറ്റൽ കട്ടായി വരുന്നത്. അത് ഓർക്കുക. ആ സ്ഥലം നമ്മൾ ഭയങ്കര തിന്നും അത് കണക്ക് തന്നെ ഭയങ്കര ഷാർപ്പും ആക്കി വെക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മെറ്റൽ അല്ലെങ്കിൽ ആ വർക്ക് പീസും നശിക്കും. വർക്ക് പീസിനെക്കാട്ടി നാശം നമ്മുടെ ഈ ടൂളിന്, അതായത് നമ്മുടെ ഹോട്ട് ചിസലിന്റെ കട്ടിങ് എഡ്ജിലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവാം. ദ കട്ടിങ് ഓപ്പറേഷൻ ഫോർജിങ് ഈസ് പെർഫോംഡ് ടു. അതായത് ഫോർജിങ്ങിലുള്ള കട്ടിങ് ഓപ്പറേഷൻ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓപ്ഷൻ എ അവൻ കൊടുത്തേക്കുന്നത് റെഡ്യൂസ് ലെങ്ത് കുറയ്ക്കാനാണ്. ഓപ്ഷൻ ബി ഷേപ്പ് മറ്റേ ഷേപ്പ് ചെയ്യാൻ എടുക്കാനാണ്. ഓപ്ഷൻ സി സെപ്പറേറ്റ് വർക്ക് പീസ്. സെപ്പറേറ്റ് വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് പീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ അതിനെ കട്ട് ചെയ്ത് രണ്ടാക്കുക. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്നും നമുക്ക് ചെയ്യാൻ പറ്റും. കട്ടിങ് ഓപ്പറേഷൻ കൊണ്ട് ഒരു പർട്ടിക്കുലർ ലെങ്തിനെ നിങ്ങൾക്ക് എക്സസീവ് ആയിട്ടുള്ള ലെങ്തിനെ കുറയ്ക്കാൻ പറ്റും. മെറ്റലിലെ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ആക്കി എടുക്കണമെങ്കിൽ ആ എക്സസീവ് ആയിട്ട് വരുന്ന ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി സെപ്പറേറ്റ് വർക്ക് പീസിനെ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കട്ട് ചെയ്ത് ഒരു വർക്ക് പീസിനെ രണ്ടാക്കി മാറ്റാനും പറ്റും. അതായത് ഇതിന് ഓൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ആൻസർ. അതായത് നമ്മളെ കട്ടിങ് കൊണ്ട് നമുക്ക് ഷേപ്പും സൈസും അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ വർക്ക് പീസിന് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് പീസ് ആക്കാനും പറ്റും. അതായത് കട്ടിങ് മുഖേന നമുക്ക് വർക്ക് പീസിന് ഷേപ്പ് ചെയ്യാം, അതിന്റെ സൈസ് കറക്റ്റ് ആക്കാം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ വർക്ക് പീസിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് സെപ്പറേറ്റ് പീസ് ആക്കി മാറ്റാനും പറ്റും. അതായത് ഈ ആദ്യം പറഞ്ഞേക്കുന്ന മൂന്ന് കാര്യങ്ങളും നമുക്ക് കട്ടിങ് വഴി ചെയ്യാൻ പറ്റും. അതായത് ആൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, ഓൾ ഓഫ് ദ എബോവ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോവാം. വൈ ഷുഡ് മെറ്റൽ നോട്ട് ബി കട്ട് വെൻ ടു കോൾഡ്? അതായത് മെറ്റലിനെ വളരെ തണുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് മെറ്റൽ വളരെ തണുത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾഡ് കണ്ടീഷനിൽ മെറ്റലിനെ കട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ കൊടുത്തിരുന്നത് ഇറ്റ് ബെൻസ് ഈസി ആയിട്ട് ബെൻഡായി പോകുന്നതുകൊണ്ടാണോ? ഓപ്ഷൻ ബി ഇറ്റ് ബിക്കംസ് ടു ഡക്റ്റൈൽ, അതായത് ഡക്റ്റിലിറ്റി കൂടി പോകുന്നതുകൊണ്ടാണോ? ഓപ്ഷൻ സി ഇറ്റ് കോസസ് ക്രാക്സ് ഇൻ വർക്ക് ആൻഡ് ഡാമേജ് ടു ചിസൽ, അതായത് വർക്ക് പീസിന്റെ അകത്ത് ഇത് ക്രാക്ക് ഉണ്ടാക്കും, ചിസലിൽ ഇത് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. ഓപ്ഷൻ ഡി ഇറ്റ് മെൽസ്, അത് മെൽറ്റ് ആയി പോകുന്നതാണ്. ഒരിക്കലും അല്ല. കാര്യം എന്ന് വെച്ചാൽ ടു കോൾഡ് ആകുമ്പോൾ ഒരിക്കലും മെറ്റൽ മെൽറ്റ് ആവില്ല. ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ മെറ്റൽ മെൽറ്റ് ആവൂ. അതായത് നമുക്ക് ഈ ഓപ്ഷൻ ഡീനെ ഇപ്പോഴും തന്നെ കട്ട് ചെയ്യാം. നമുക്ക് ഓപ്ഷൻ എ ബി സി ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം മെറ്റൽ കോൾഡ് കണ്ടീഷനിലായിരിക്കുമ്പോൾ അത് ഹാർഡായിരിക്കും. മെറ്റൽ കോൾഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ മെറ്റൽ ഹാർഡായിരിക്കും. ഇങ്ങനെ ഹാർഡായിരിക്കുമ്പോൾ നമ്മൾ ടൂള് ബ്രേക്ക് ആവാനും ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഹാർഡായിരിക്കുന്ന മെറ്റലിനെ നിങ്ങൾ അതിന്റെ മേലൊരു കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഈ മെറ്റൽ വർക്ക് പീസ് കട്ടാവുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ ടൂള് ചിലപ്പോൾ കട്ടായി പോകും, ഒടിഞ്ഞു പോകും. അപ്പം ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ സി ആണ്,
ഇറ്റ് ക്രാക്സ്, ഇറ്റ് കോസസ് ക്രാക്സ് ഇൻ വർക്ക് ആൻഡ് ഡാമേജ് ചിസൽ. അതായത് വർക്ക് പീസിന്റെ പുറത്ത് ഇത് ക്രാക്ക് ഉണ്ടാക്കുകയും ചിസലിന് ഇത് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. കാര്യം ചിസലിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഹാർഡ്, ഇപ്പൊ നിങ്ങൾ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നിങ്ങളൊരു മെഴുകുതിരി കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ മെഴുകുതിരി എന്ന് പറയുന്ന സാധനത്തിനെക്കാട്ടി ഹാർഡാണ് ബ്ലേഡ്, അതുകൊണ്ടാണ് അത് ഉപയോഗിച്ച് നമുക്ക് മെഴുകുതിരി കട്ട് ചെയ്യാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഈ മെഴുകുതിരി ഹാർഡും നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്ലേഡ് സോഫ്റ്റും ആണെങ്കിൽ ബ്ലേഡേ കട്ടാവത്തുള്ളൂ. അതേപോലെ ഈ ചിസലിന് ഡാമേജ് ഉണ്ടാവും എപ്പോഴും ഈ പറയുന്ന നമ്മുടെ വർക്ക് പീസ് ഭയങ്കര കോൾഡ് ആണെങ്കിൽ, അത് ഹാർഡ് ആയിരിക്കുന്ന സമയത്ത് ഈ ചിസലിന് എന്തുണ്ടാവും, ഡാമേജ് ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 13 പോവാം. വിച്ച് ഫ്ലക്സ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഫോർജ് വെൽഡിംഗ് ഓഫ് സ്റ്റീൽ? അതായത് സ്റ്റീലിൽ നമ്മൾ ഫോർജ് വെൽഡിംഗ് ചെയ്യും. ഫോർജ് വെൽഡിംഗ് എന്ന് നമുക്കറിയാം, നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ആൻസർ നോക്കിയാൽ ഓപ്ഷൻസ് അവർ കൊടുത്തേക്കുന്നത് ബൊറാക്സ് ഉണ്ട്, സാൻഡ് ഉണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്, സിങ്ക് ഓക്സൈഡ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബൊറാക്സ് എന്ന് പറഞ്ഞ ഒരു ഫ്ലക്സ് മെൽറ്റ് ആവും. ഈ ഫ്ലക്സ് മെൽറ്റ് ആവുകയും ഓക്സൈഡ്സ് എല്ലാം അതിനകത്ത് ഡിസോൾവ് ആവുകയും ചെയ്യും. അതായത് ബൊറാക്സ് നിങ്ങൾ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആവുകയും, ഫോർജ് വെൽഡിംഗ് സമയത്ത് ഇത് മെൽറ്റ് ആവുകയും ഈ ഓക്സൈഡ്സ് എല്ലാം ഡിസോൾവ് ആവുകയും ചെയ്യും. ഇങ്ങനെ വെൽഡിങ്ങിന്റെ സർഫസ് നമുക്ക് ക്ലീൻ ആയി കിട്ടും. ബൊറാക്സ് ആണ് നിങ്ങൾ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഫോർജ് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ബൊറാക്സ് മെൽറ്റ് ആയിട്ട് അതിനകത്തുള്ള ഓക്സൈഡ്സ് എല്ലാം ഡിസോൾവ് ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ പറഞ്ഞ ഫോർജ് വെൽഡിങ്ങിന്റെ സർഫസ് ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കും. അത് ഈ പറഞ്ഞ സ്കെയിൽ ഫോർമേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ബൊറാക്സ് ഉണ്ട്, സാൻഡ് ഉണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്, സിങ്ക് ഓക്സൈഡ്. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബൊറാക്സ് ആണ്. ഓർത്ത് വയ്ക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇത് മെൽറ്റ് ആയി അതിന്റെ ഓക്സൈഡ്സ് എല്ലാം ഡിസോൾവ് ആയി പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ബൊറാക്സിന് നമ്മൾ സ്റ്റീലിന്റെ വെൽഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 14 പോവാം. ഫോർജ് വെൽഡിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ? അതായത് ഫോർജ് വെൽഡിങ് ഈ താഴെ പറയുന്ന ഏത് മെറ്റീരിയലിനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഫോർജ് വെൽഡിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ? അത് നമുക്കറിയാം ഫോർജ് വെൽഡിങ് എന്താണെന്ന് നമുക്കറിയാം. ഈ ഫോർജ് വെൽഡിങ് ഈ താഴെ പറയുന്ന ഏത് മെറ്റീരിയലിനാണ് മോസ്റ്റ് സ്യൂട്ടബിൾ, ഏറ്റവും അഭികാമ്യം ഫോർജ് വെൽഡിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാസ്റ്റ് അയണിനാണോ, ഹൈ കാർബൺ സ്റ്റീലിനാണോ, മൈൽഡ് സ്റ്റീൽ ആൻഡ് റോട്ടൈനാണോ, സ്റ്റെയിൻലെസ് സ്റ്റീലിനാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, മൈൽഡ് സ്റ്റീലും റോട്ടൈനും എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഭയങ്കര ഡക്റ്റൈലാണ്. ഡക്റ്റിലിറ്റി കൂടിയ മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഈ മൈൽഡ് സ്റ്റീലും റോട്ടൈൻ എന്ന് പറയുന്ന മെറ്റൽസ്. ഇത് രണ്ടും ഹൈ ടെമ്പറേച്ചറിൽ നല്ല വെൽഡിംഗ് ക്വാളിറ്റി ഉള്ളതാണ്. നിങ്ങൾ മൈൽഡ് സ്റ്റീലും റോട്ടൈനും ഡക്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ആ ഹൈ ടെമ്പറേച്ചറിൽ ഇതിന്റെ വെൽഡിംഗ് ക്വാളിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഭയങ്കര ഹൈ വെൽഡിംഗ് ക്വാളിറ്റി കാണും ഇതിന് എപ്പോഴും. ടെമ്പറേച്ചർ കൂടുതലായിരിക്കുന്ന അവസ്ഥയിൽ ഈ പറയുന്ന മൈൽഡ് സ്റ്റീലിനും റോട്ടൈനും ഹൈ വെൽഡിംഗ് ക്വാളിറ്റി ഉണ്ടാവും. നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ വെച്ച് ഇപ്പൊ കാസ്റ്റൈൻ തന്നിട്ടുണ്ട്, ഹൈ കാർബൺ സ്റ്റീൽ തന്നിട്ടുണ്ട്, മൈൽഡ് സ്റ്റീലും റോട്ടൈനും തന്നിട്ടുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതുപോലെ ഫോർജ് വെൽഡിങ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മൈൽഡ് സ്റ്റീലിനെ റോട്ടൈനെയാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡക്റ്റിലിറ്റിയാണ്. ഇത് രണ്ടിനും ഡക്റ്റിലിറ്റി കൂടുതലാണ്. ഡക്റ്റിലിറ്റി കൂടാന്ന് നമുക്കറിയാം, അതിന്റെ കാർബണിന്റെ കുറവാണ്, ഡക്റ്റിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, മൈൽഡ് സ്റ്റീൽ ആൻഡ് റോട്ടൈൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 പോവാം. എ സക്സസ്ഫുൾ ഫോർജ് വെൽഡ് ഷോസ്? അതായത് നിങ്ങൾ ഒരു ഫോർജ് വെൽഡിങ് ചെയ്ത് ഇത് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർജ് വെൽഡിങ് ആണെങ്കിൽ അതിനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ പറഞ്ഞത് ക്രാക്സ് അറ്റ് ജോയിന്റുകളിൽ ക്രാക്ക് ഉണ്ടെങ്കിൽ സക്സസീവ് ആണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓപ്ഷൻ ബി യൂണിഫോം കളർ ആൻഡ് സ്മൂത്ത് സർഫസ്? അതായത് കളറ് സ്മൂത്ത് ആവും, സർഫസ് കളറ് യൂണിഫോം ആയിരിക്കും, എല്ലായിടത്തും ഒരേ കളറും, പിന്നെ സർഫസ് ഭയങ്കര സ്മൂത്തും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി വിസിബിൾ ഗ്യാപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെൽഡ് അല്ല. ഇനി 4ാമത് പറഞ്ഞിരിക്കുന്നത് അൺഈവൻ ഹാമർ മാർക്സ്. നിങ്ങൾ ഹാമർ കൊണ്ട് മേലിൽ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി അടിക്കുന്ന അടികളൊക്കെ അതേ കണക്ക് തന്നെ അതിനകത്തുണ്ട് എന്ന് വിചാരിക്കുക. ഇതിലേത് വെച്ചുകൊണ്ട് നമുക്ക് ഇതൊരു സക്സസീവ് ഫോർജ് വെൽഡ് ആണെന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം നമ്മുടെ വെൽഡ് സ്ട്രോങ് ആണെങ്കിൽ ഈ വെൽഡിനടുത്തുള്ള മെറ്റൽസും ആയി അവ നല്ല രീതിയിൽ ബ്ലെൻഡ് അല്ലെങ്കിൽ മിക്സ് ആവും.
അതായത് നമുക്ക് ഒരു നിങ്ങളൊരു വെൽഡിങ് ചെയ്തെന്ന് വിചാരിക്കുക. ഈ വെൽഡിങ് സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വെൽഡിങ് ചെയ്തതിന് അടുത്തുള്ള മെറ്റൽസും ആയിട്ട് ഈ പറയുന്ന നമ്മളെ വെൽഡഡ് ഏരിയ നല്ല രീതിയിൽ മിക്സ് ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് അതിനകത്ത് ജോയിന്റ് ലൈൻസും പ്രൊജക്ഷൻസും ഒന്നും കാണാൻ പറ്റത്തില്ല. അതായത് ഒരു ജോയിന്റ് ലൈൻസോ അല്ലെങ്കിൽ പ്രൊജക്ഷൻസോ അല്ലെങ്കിൽ അൺഈവൻനെസ്സോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതെല്ലാം ഒരേ കളറിലായിരിക്കും ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സക്സസീവ് വെൽഡ് ആണ്. ഫോർജ് വെൽഡ് അല്ല, നമ്മുടെ സാധാ വെൽഡ് എടുത്താൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ആ വെൽഡ് നല്ല രീതിയിലുള്ള വെൽഡ് ആണെങ്കിൽ ഈ വെൽഡിന് അടുത്തുള്ള മെറ്റലുമായിട്ട് ഈ വെൽഡ് ചെയ്യുന്ന ആ പോർഷൻ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ആവും. അതേപോലെ തന്നെ അതിനകത്ത് ജോയിന്റ് ലൈൻസും പ്രൊജക്ഷൻസും ഒന്നും കാണത്തുമില്ല. അപ്പൊ അത് വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ കളർ. അത് നമ്മളിപ്പോ ഈ വെൽഡ് ചെയ്ത ബേസ് മെറ്റലും നിങ്ങൾ വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ വെൽഡും എല്ലാം ഒരേ കളറിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതൊരു സക്സസീവ് വെൽഡ് ആണെന്ന് മനസ്സിലാക്കാം. അതായത് വെൽഡിങ് നിങ്ങൾ ചെയ്തത് സക്സസീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഈ പറഞ്ഞേക്കുന്നത് ഈ ക്രാക്സ് അറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞ ഒരു ഡിഫക്റ്റ് ആണ്, വിസിബിൾ ഗ്യാപ്പ് ഡിഫക്റ്റ് ആണ്, അൺഈവൻ ഹാമർ മാർക്സ് വരാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ വെച്ചിട്ട് നമുക്ക് യൂണിഫോം കളറും സ്മൂത്ത് സർഫസും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സക്സസീവ് ഫോർജ് വെൽഡ് ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇതായിരുന്നു യൂണിഫോം കളർ ആൻഡ് സ്മൂത്ത് സർഫസ്. അതാണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് പോവാം. ദ ടൂൾ യൂസ്ഡ് ടു റിമൂവ് ദ മെറ്റൽ പ്ലഗ് ആഫ്റ്റർ പഞ്ചിങ് ഈസ്. അതായത് നിങ്ങൾ പഞ്ചിങ് ചെയ്യുന്നത് എന്തിനാണ്? പഞ്ചിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഞ്ചിങ്ങും ബ്ലാങ്കിങ്ങും എന്ന് പറഞ്ഞ 2 പ്രോസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് പഞ്ചിങ്ങിനകത്ത് നിങ്ങൾ ആ വർക്ക് പീസിനെ യൂസ് ചെയ്തിട്ട് ആ വെളിയിൽ പുറത്തു പോകുന്ന നമ്മുടെ എന്താ പറയുക ആ സ്ക്രാപ്പിനെ നിങ്ങൾ കളയുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലാങ്കിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പുറത്ത് കളഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആ നിങ്ങൾ അതിനകത്ത് പുറന്തള്ളപ്പെടുന്ന ആ സ്ക്രാപ്പിനെ യൂസ് ചെയ്തിട്ട് ആ വലിയ വർക്ക് പീസ് നിങ്ങൾ കളയുകയാണ്. അതാണ് പഞ്ചിങ് ബ്ലാങ്കിങ് തമ്മിലുള്ള വ്യത്യാസം. ഇതിനോ ചോദിച്ചിരിക്കുന്നത് അതല്ല. ദ ടൂൾ യൂസ്ഡ് ടു റിമൂവ് ദ മെറ്റൽ പ്ലഗ് ആഫ്റ്റർ പഞ്ചിങ്. പഞ്ചിങ് കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്ന ഈ എക്സസീവ് ആയിട്ടുള്ള മെറ്റൽ പ്ലഗിനെ പുറത്ത് കളയാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡ്രിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ചിസൽ ഉണ്ട്, ഓപ്ഷൻ സി ഫുള്ളർ ഉണ്ട്, സെറ്റ് ഹാമർ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ചിസൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കട്ട് ചെയ്യാനാണ്, ഫുള്ളർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന ഒരു ഡയമെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനോ കാര്യങ്ങളൊക്കെയാണ്. സെറ്റ് ഹാമർ നമുക്കറിയാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ഡ്രിഫ്റ്റ് ആണ് ഇതിന്റെ ആൻസർ. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഡ്രിഫ്റ്റ് എന്ന് നമ്മൾ ആൻസർ പറഞ്ഞാൽ ഈ ഡ്രിഫ്റ്റ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന മെറ്റൽ പ്ലഗിനെ റിമൂവ് ചെയ്യുക അല്ലാതെ വേറെ കുറച്ച് യൂസും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പഞ്ച് ചെയ്ത ഹോളിനെ വൈഡൻ ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ഡ്രിഫ്റ്റിനെ യൂസ് ചെയ്യാം. ഒരു പഞ്ച് ചെയ്ത് നിങ്ങൾ ഒരു ഹോൾ ഉണ്ടാക്കി ഈ ഹോളിനെ വൈഡൻ ചെയ്യണം, കുറച്ചും കൂടെ അതിന്റെ ഡയമെൻഷൻ വലുതാക്കണമെങ്കിൽ ഡ്രിഫ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ മെറ്റൽ സ്ലഗ് അതായത് സ്ക്രാപ്പിനെ റിമൂവ് ചെയ്യാനും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഡ്രിഫ്റ്റിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഒരു പഞ്ച് ചെയ്ത ഹോളിനെ വൈഡൻ ചെയ്യാനും ഫിനിഷിങ് ചെയ്യാൻ പറ്റും. ഫിനിഷ് ചെയ്യാനും അതിന്റെ ആ മെറ്റൽ സ്ലഗ് എന്ന് പറയുന്ന അതിന്റെ സ്ക്രാപ്പ് ഇതിനെ റിമൂവ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരാണ് ഡ്രിഫ്റ്റ്. മറന്നു പോരുത്. ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന കാര്യം ആ ടൂളിന് ഒരു ഫംഗ്ഷൻ, അതായത് ഈ പറയുന്ന മെറ്റലിനെ റിമൂവ് ചെയ്യാൻ മാത്രമല്ല, എക്സസ് മെറ്റലിനെ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രാപ്പിനെ റിമൂവ് ചെയ്യാൻ മാത്രമല്ല, ഈ ഒരു ഉണ്ടായി വരുന്ന ഹോളിനെ വൈഡൻ ചെയ്യാൻ യൂസ് ചെയ്യാം, അതിനെ ആ ഹോളിനെ ഫിനിഷ് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ ഈ സ്ക്രാപ്പിന് വർക്ക് പീസ് നിന്ന് റിമൂവ് ചെയ്യാനും നമുക്ക് ഈ പറയുന്ന ഡ്രിഫ്റ്റിനെ യൂസ് ചെയ്യാം. അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, ഡ്രിഫ്റ്റ്. ഓക്കെ, മറന്നു വരുത്. ക്വസ്റ്റ്യൻ നമ്പർ 17ലേക്ക് പോവാം. എക്സസീവ് ഫോഴ്സ് ഡ്യൂറിങ് പഞ്ചസ് കാസ്. ഈ പഞ്ചിങ് സമയത്ത് നിങ്ങൾ എക്സസീവ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ ഒരു പഞ്ച് എടുത്ത് വെച്ചിട്ട് അതിന്റെ മേലിൽ നിങ്ങൾ ഹാമറിങ് ചെയ്യുമ്പോഴാണ് പഞ്ചിങ് നടക്കുന്നത്. ഈ പഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളതാണ് അവൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഓപ്ഷൻ എ ക്രാക്ക് ഉണ്ടാവും, ഓപ്ഷൻ ബി എക്സസ് ടാപ്പർ കൂടിപ്പോവോ, ഓപ്ഷൻ സി ബ്ലിസ്റ്റർ ഫോർമേഷൻ ഉണ്ടാവും, ഓപ്ഷൻ ഡി ഹാർനസ് റിഡക്ഷൻ, അതായത് ഹാർനസ് കുറയുന്നുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇമ്പാക്ട് ഫോഴ്സ് കൊടുത്താൽ നമ്മൾ പഞ്ചിന് ചുറ്റുമുള്ള മെറ്റൽ ക്രാക്ക് വരും. അത് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഈ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഞ്ചിനെ എടുത്ത് വെച്ചിട്ട് അതിന്റെ മേലിൽ നമ്മൾ ഹാമറിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഹാമറിങ് ചെയ്യുന്ന സമയത്ത് ഇമ്പാക്ട് ഫോഴ്സ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ, ഭയങ്കര കൂടുതലായിട്ടുള്ള ഇമ്പാക്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റലിന്റെ അകത്ത് അല്ലെങ്കിൽ മെറ്റലിന്റെ ചുറ്റും നമുക്ക് ക്രാക്ക് വീഴും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, ക്രാക്ക് ഫോം ആവും. ഓർത്ത് വയ്ക്കുക. എക്സസീവ് ആയിട്ടുള്ള
പഞ്ചിങ് ഫോഴ്സ് അല്ലെങ്കിൽ ഇമ്പാക്ട് ഫോഴ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പഞ്ച് ചെയ്യുന്ന സമയത്ത് ആ മെറ്റലില് അല്ലെങ്കിൽ മെറ്റൽ വർക്ക് പീസിനകത്ത് ക്രാക്ക് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാം. പഞ്ചിങ് ടെമ്പറേച്ചർ ഫോർ മൈൽഡ് സ്റ്റീൽ ഈസ് എപ്പോൾ, അതായത് മൈൽഡ് സ്റ്റീലിന്റെ പഞ്ചിങ് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത്. പഞ്ചിങ്, അതായത് നമ്മൾ മൈൽഡ് സ്റ്റീലിനെ നിങ്ങൾ എടുത്തു വെച്ച് വെറുതെ അങ്ങ് പഞ്ച് ചെയ്യുകയല്ല, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിനെ ഹീറ്റ് ചെയ്തിട്ടാണ് പഞ്ച് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൊടുക്കുന്നത് 500, ഓപ്ഷൻ ബി 700, ഓപ്ഷൻ സി 900 to 1100, അതായത് 900 തൊട്ട് 1100 ഡിഗ്രി ആണോ, ഓപ്ഷൻ ഡി 1400 ഡിഗ്രി. അപ്പൊ പഞ്ചിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ഹീറ്റ് ഒന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഹീറ്റ് ഭയങ്കര കുറയാനും പാടില്ല, കാര്യം ഭയങ്കര ഹീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്രാക്കിംഗ് പോലുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഓർത്ത് വയ്ക്കുക, മൈൽഡ് സ്റ്റീലിന് നമ്മൾ ഫോർജ് ചെയ്യുന്ന സമയത്ത് ഫോർജ് ചെയ്യുകയും അത് നമ്മൾ പഞ്ച് ചെയ്യുന്നതും യെല്ലോ റെഡ് ഹീറ്റ് റേഞ്ചിലാണ് ആയിരിക്കും. അതായത് ഇപ്പൊ മൈൽഡ് സ്റ്റീലിനെ എടുത്ത് നിങ്ങൾ ഫോർജ് ചെയ്യുന്ന വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ പഞ്ച് ചെയ്യുന്നെന്ന് വെച്ചോ, ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ യെല്ലോ റെഡ് ഹീറ്റ് റേഞ്ച് ആയിരിക്കും. നമുക്കറിയാം ഓരോ ടെമ്പറേച്ചറിനും ഓരോ കളറുണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം യെല്ലോ റെഡ് ഹീറ്റ് റേഞ്ച് എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഏകദേശം 900 തൊട്ട് 1100 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അതായത് യെല്ലോ റെഡിലാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ മൈൽഡ് സ്റ്റീലിൽ നമ്മൾ പഞ്ച് ചെയ്യുന്നതും അതിനെങ്ങനെ ഈവൻ ഫോർജിങ്ങും വലിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും ഇല്ലാതെ തന്നെയാണ്. മൈൽഡ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അത് ഡക്റ്റിൽ നമുക്കറിയാം. അപ്പം ഒരു 900 തൊട്ട് 1100 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മൾ ഇതിനെ പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, 900 to 1100 ഡിഗ്രി സെന്റിഗ്രേഡ്. ഓർത്ത് വയ്ക്കുക, ഇതൊക്കെ ഈ നിങ്ങൾ ഈ ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സ് നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കും. പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഒരു ഇന്ന ഡിഗ്രി അല്ലെങ്കിൽ ഇത്ര ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്ന ആ ന്യൂമറിക്കൽ, അതായത് നമ്പേഴ്സ് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെ കൂടുതൽ എംഫസൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? പഠിച്ചേ പറ്റും, നമുക്ക് വേറെ മാർഗമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. ഡ്രായിങ് ഔട്ട് ഇൻക്രീസസ്. ഇപ്പൊ ഡ്രായിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റൽ വർക്ക് പീസിനെ നിങ്ങൾ ഡ്രായിങ് ഔട്ട് പ്രോസസ്സിൽ നമ്മൾ ഒരു വർക്ക് പീസിനെ എടുത്ത് ഇങ്ങനെ ആനിമലിന്റെ പുറത്ത് വെച്ചിട്ട് അതിനെ ആക്സിന്റെ അതേ ഡയറക്ഷനിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആക്സിസിനെ വെച്ചുകൊണ്ട് ഇതിനെ നീളം കൂട്ടാനാണ് ശ്രമിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തുക. ഡ്രായിങ് ഔട്ട് പ്രോസസ്സിൽ നമ്മൾ എലോങ് ദ ആക്സിസ് ആണ് ഹാമറിങ് ചെയ്യുന്നത്. ആക്സിസിന് പാരലായിട്ടാണ് നമ്മൾ ഇങ്ങനെ മേലെ ഹാമർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ലെങ്ത് കൂടും. ലെങ്ത് കൂടുന്നതിന്റെ നീളം കൂടും. ഇതിന്റെ ലാറ്ററൽ ഡയമെൻഷൻ, അതായത് തിക്നെസ് ആയാലും അതിന്റെ ഡയമീറ്റർ ആയാലും വിത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കുറയാണ് ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കുക. അപ്പം ഈ ഡ്രോയിങ് ഔട്ടിൽ നമ്മൾ കൂട്ടുന്ന ഡയമെൻഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തിക്നെസ് കൂടുന്നോ ഇല്ല, ഓപ്ഷൻ ബി വിഡ്ത്ത് കൂടുന്നോ ഇല്ല, ഓപ്ഷൻ സി ലെങ്ത് കൂടുന്നുണ്ട്. ഗ്രെയിൻ സൈസിന് ചെറിയ വേരിയേഷൻ ഉണ്ടാവും, എന്നാലും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കൂടുന്നത് ലെങ്ത് ആണ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അതാണ്. ഡ്രായിങ് ഔട്ട് പ്രോസസ്സിൽ മെയിൻലി നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് ആ വർക്ക് പീസിന്റെ ലെങ്ത് അല്ലെങ്കിൽ നീളമാണ്. ഓർത്ത് വയ്ക്കുക. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് പോവാം. ദ ഡിഫക്ട് കോമൺലി പ്രൊഡ്യൂസ്ഡ് ബൈ ഇംപ്രോപ്പർ ഡ്രായിങ് ഔട്ട്. ഡ്രായിങ് ഔട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ അതിനകത്തുണ്ടാവുന്ന ഡിഫക്റ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡ്രായിങ് ഔട്ട് നിങ്ങൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡ്രായിങ് ഔട്ട് ചെയ്താൽ അതിനകത്തുണ്ടാവുന്ന ഡിഫക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കോൾഡ് ഷിഫ്റ്റ് ആണോ, ഓപ്ഷൻ സി സ്കെയിൽ ലോസ് ആണോ, ഓപ്ഷൻ സി ശ്രിങ്കേജ് ഗ്രാവിറ്റി ആണോ, ഓപ്ഷൻ ഡി ഓവർ ഹീറ്റിംഗ് ആണോ? അപ്പൊ നമുക്കറിയാം, ഇപ്പം എലോങ്ങേഷൻ സമയത്ത് മെറ്റല് ഒന്നിനോടൊന്ന് ഫോൾഡിങ് നടക്കും. ഇപ്പൊ നമ്മളിപ്പോ എലോങ്ങേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് പീസിന്റെ ലെങ്ത് നമ്മൾ കൂട്ടുന്ന സമയത്ത് ഈ മെറ്റിനകത്തുള്ള മെറ്റൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അതിന്റെ നീളം കൂടി വരുവാണ് ചെയ്യുന്നത്. അതായത് ഗ്രെയിൻ സ്ട്രക്ചറിനകത്ത് നടക്കുന്ന ഫോൾഡിംഗ് ആണ് ഈ പറയുന്നത്. ഗ്രെയിൻ സ്ട്രക്ചറിനകത്ത് നടക്കുന്നത്. അങ്ങനെ ഈ ഫോൾഡിങ്ങിന്റെ ഇതായിട്ട് അതിന്റെ ഒരു പരിണാമ ഫലമായിട്ട് ഇതിനകത്ത് കോൾഡ് ഷെട്ട് ഉണ്ടായി വരും. കോൾഡ് ഷെട്ട് എന്ന് പറഞ്ഞ ഡിഫക്റ്റ് ഉണ്ടായി വരും. സ്കെയിൽ ലോസോ ശ്രിങ്കേജ് ഗ്രാവിറ്റിയോ ഓവർ ഹീറ്റിംഗോ ഒന്നുമല്ല. നമ്മൾ മോസ്റ്റ് കോമൺലി പ്രൊഡ്യൂസ്ഡ് ബൈ ഇംപ്രോപ്പർ ഡ്രോയിങ് ഔട്ട് കാരണം ഉണ്ടായി വരുന്ന ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൾഡ് ഷെഡ് ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓർത്ത് വയ്ക്കുക, കോൾഡ് ഷെഡ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് പോവാം. റിപ്പീറ്റഡ് ഹീറ്റിംഗ് ഡ്യൂറിങ് ഡ്രോയിങ് ഔട്ട് ലീഡ്സ് ടു. അതായത് ഡ്രോയിങ് ഔട്ട് ചെയ്യുന്ന സമയത്ത്, ഡ്രോയിങ് ഔട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ലെങ്ത് കൂടുക അല്ലെങ്കിൽ ലീനിയർ ഡയമെൻഷനായ ലെങ്ത് കൂട്ടി ലാറ്ററൽ ഡയമെൻഷൻ കുറഞ്ഞ് നമുക്ക് ഏത് പ്രോസസ് എടുത്താലും
അതിന്റെ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ കൂടുമ്പോൾ വേറൊരു ഡയമെൻഷൻ കുറയണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എലോങ്ങേഷൻ ആണ് സംഭവിക്കുന്നത്. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഒന്നുകിൽ അതിന്റെ റോഡാണെങ്കിൽ ഡയമീറ്റർ കുറയണം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് ഒക്കെ കുറഞ്ഞ് അതിന്റെ ലെങ്ത് കൂടണം. നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡയമെൻഷൻ കൂടണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ഏതോ ഒരു ഡയമെൻഷൻ അടുത്ത് കുറയണം. അതാണ് പറയുന്നത്. അപ്പൊ റിപ്പീറ്റഡ് ഹീറ്റിംഗ് ഡ്യൂറിങ് ഡ്രോയിങ് ഔട്ട് ലീഡ്സ് ടു. അപ്പൊ ഡ്രോയിങ് ഔട്ട് എന്ന് പറയുന്ന പ്രോസസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഹീറ്റിംഗ് കൊടുത്താൽ ഇത് എന്തിന് കാരണമാവും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഡ്രോയിങ് ഔട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ഹീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിന് കാരണമാവും? ഓപ്ഷൻ എ, ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് കൂട്ടുമോ എന്നുള്ളത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹീറ്റിംഗ് സ്ട്രെങ്ത് കൂട്ടുമോ എന്ന് ചോദിച്ചാൽ സ്ട്രെങ്ത് കൂട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓപ്ഷൻ ബി, സ്കെയിലിംഗ് ആൻഡ് മെറ്റീരിയൽ ലോസ്. റിപ്പീറ്റഡ് ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഹീറ്റിംഗ് കാരണം എന്ത് ചെയ്യും? ഹോട്ട് ഫോർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിപ്പീറ്റഡ് ഹീറ്റിംഗ് ചെയ്താൽ ഇതിനകത്ത് സ്കെയിൽ ഫോർമേഷൻ ഉണ്ടാവും. സ്കെയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ സ്കെയിൽ ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫൈനൽ വർക്ക് പീസ് എടുക്കുമ്പം ഇതിനകത്ത് സ്കെയിൽസ് ഒന്നും കാണാൻ പാടില്ല. അപ്പൊ ആ സ്കെയിലിനെ എല്ലാം നിങ്ങൾ റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? മെറ്റീരിയലിനെ എന്ത് ചെയ്യും? ഷേപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ഗ്രൈൻഡ് ചെയ്തോ അല്ലെങ്കിൽ അതിനെ ഫയൽ ചെയ്തോ ഒക്കെ ആ എക്സസ് ആയിട്ടുള്ള സ്കെയിൽസിനെ റിമൂവ് ചെയ്യും. അതായത് മെറ്റീരിയൽ ലോസ് ഉണ്ടാവും. അപ്പൊ സ്കെയിലിംഗ് ആൻഡ് മെറ്റീരിയൽ ലോസ് നമുക്ക് എടുക്കാവുന്ന ഓപ്ഷനാണ്. ഇനി ഓപ്ഷൻ സി നോക്കിയാൽ റെഡ്യൂസ്ഡ് ബ്രിട്ടിൽനെസ്. ഹീറ്റിംഗ് കൂടിക്കഴിഞ്ഞ് ബ്രിട്ടിൽനെസ് കുറയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മോർ എലാസ്റ്റിസിറ്റി നമുക്ക് കൂടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, സ്കെയിലിംഗ് ആൻഡ് മെറ്റീരിയൽ ലോസ്. അതായത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഹോട്ട് ഫോർം ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ഹീറ്റിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ ഫോർമേഷൻ ഉണ്ടാകും. ഈ സ്കെയിൽ മറ്റ് വർക്ക്പീസിന്റെ പുറത്ത് സ്കെയിൽ ഫോർമേഷൻ ഉണ്ടെങ്കിൽ ഈ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്കെയിൽസ് എല്ലാം നമ്മൾ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മെറ്റീരിയൽ ലോസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. അത് ഓപ്ഷൻ ബി, സ്കെയിലിംഗ് ആൻഡ് മെറ്റീരിയൽ ലോസ് ആണ് നമ്മുടെ ആൻസർ. ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22 പോവാം. എ കോമൺ ആപ്ലിക്കേഷൻ ഓഫ് അപ്സെറ്റിംഗ്. അപ്സെറ്റിങ്ങിന്റെ കോമൺ ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേക്കിംഗ് നെയിൽസ് ഉണ്ടാക്കാനാണോ, സ്പാനറിന്റെ ജോ ഉണ്ടാക്കാനാണോ, മേക്കിംഗ് ബോൾട്ടിന്റെ ഹെഡ് ഉണ്ടാക്കാനാണോ, മേക്കിംഗ് ഷീറ്റ് മെറ്റൽ ഉണ്ടാക്കാനാണോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജമ്പിങ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. ജമ്പിങ്, ഓക്കെ, ഇത് അപ്സെറ്റിംഗ് ഓർ ജമ്പിങ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. അപ്സെറ്റിംഗ് ഓർ ജമ്പിങ് വഴി നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിയതാണ്, ബോൾട്ടിന്റെ ഹെഡ് ഉണ്ടാക്കാനാണ് നമ്മൾ ഈ പറയുന്ന അപ്സെറ്റിംഗ് അല്ലെങ്കിൽ ജമ്പിങ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, മേക്കിംഗ് ബോൾട്ട് ഹെഡ്സ്. മറന്നു പോയത്, നമുക്കറിയാം അപ്സെറ്റിംഗ്, അതായത് നമ്മൾ ബോൾട്ടിന്റെ ഹെഡ്, ഞാൻ പിന്നും പറയുന്നത് ബോൾട്ടിന്റെ ഹെഡ് മാത്രം അതിന്റെ ഡയമെൻഷൻ കൂടുതലായിരിക്കും. ആ സ്ഥലം നമ്മൾ ബോൾട്ട് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്റ്റേണൽ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യും. ഈ എക്സ്റ്റേണൽ ഷേപ്പ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ബോൾട്ട് അല്ലെങ്കിൽ നട്ടിനെ നമ്മൾ മെയിൻലി ബോൾട്ടിനെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്പാനറിനെയാണ്. ഈ സ്പാനർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി ആ ഷേപ്പിനെ നമ്മൾ ഹെക്സഗണൽ ആക്കി എടുക്കുവാണ് ചെയ്യുന്നത്. ആദ്യം ഹെഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ ആ ഹെഡിന്റെ ഷേപ്പ് നമ്മൾ ഹെക്സഗണൽ ആക്കി എടുക്കും. നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് നമ്മുടെ ഈ ബോൾട്ട് ഹെഡുകളൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ വാൽവിന്റെ മേലത്തെ പോർഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സാണ്. അതായത് നമ്മുടെ അപ്സെറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23 പോവാം. അപ്സെറ്റിംഗ് ഈസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട്. അപ്സെറ്റിംഗ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ അറ്റ് യൂണിഫോം എന്തിനെന്നല്ല, എങ്ങനെയാണ് ചെയ്യുന്നത്? ഓപ്ഷൻ ഈ ക്യാരിഡ് ഔട്ട് അറ്റ് യൂണിഫോം ടെമ്പറേച്ചർ ത്രൂ ഔട്ട്. ടെമ്പറേച്ചർ മൊത്തത്തിൽ വർക്ക് പീസിന്റെ മൊത്തം ടെമ്പറേച്ചറും ഒന്നാണോ എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഓപ്ഷൻ ബി, വിത്ത് ദ എൻറ്റയർ ബാർ ഹീറ്റ്. അതായത് ബാറിന്റെ മൊത്തത്തിൽ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണോ? ഓപ്ഷൻ സി കൊടുത്തേക്കുന്നത് ഓൺലി അറ്റ് സ്പെസിഫിക് റീജിയൻ. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ അപ്സെറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി കൊടുത്തത് ആഫ്റ്റർ ക്വിഞ്ചിങ് കഴിഞ്ഞിട്ടാണോ അപ്സെറ്റിംഗ് ചെയ്യുന്നത്? അപ്പൊ നമുക്കറിയാം, അപ്സെറ്റിങ്ങിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനാണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ ആയിരിക്കും നമുക്ക് എൻലാർജ് ചെയ്യേണ്ടത്, ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം. നമ്മൾ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ പോർഷനെ മാത്രമാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പം കൊടുത്തേക്കുന്ന ഇത് ഒൺലി അറ്റ് സ്പെസിഫിക് റീജിയൻസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ല യഥാർത്ഥത്തിൽ വരണം. ഹീറ്റിംഗ് ഒൺലി അറ്റ് സ്പെസിഫിക് റീജിയൻസ്. നിങ്ങൾ അപ്സെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പർട്ടിക്കുലർ റീജിയനിന്റെ ക്രോസ് സെക്ഷനാണ് കൂടുതലായിട്ട് വരേണ്ടത്, ആ പർട്ടിക്കുലർ റീജിയന്റെ ക്രോസ് സെക്ഷൻ എവിടെയാണോ അതിനെ മാത്രം നിങ്ങൾ ഹീറ്റ് ചെയ്തിട്ട്, ആ പർട്ടിക്കുലർ റീജിയൻ മാത്രം ഹീറ്റ് ചെയ്തിട്ട് അവിടെ മാത്രമാണ് നിങ്ങൾ അപ്സെറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ സി ആണ് എടുക്കാൻ പറ്റുന്നത്. അത് ഒൺലി അറ്റ് സ്പെസിഫിക് റീജിയൻ. അത് ഏതൊരു സ്ഥലമാണോ അപ്സെറ്റ് ചെയ്യേണ്ടത് ആ സ്ഥലം മാത്രം നിങ്ങൾ ഹീറ്റ് ചെയ്യുന്നു, ആ സ്ഥലത്ത് മാത്രം നമ്മൾ അപ്സെറ്റിംഗ് ചെയ്ത് ആ സ്ഥലത്ത് മാത്രം ഡയമെൻഷൻ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സൈസിൽ നമ്മൾ കൊണ്ടുവരുന്നു. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് പോയാൽ, ഡ്യൂറിങ് അപ്സെറ്റിംഗ് ദ മെറ്റൽ ഫ്ലോ ഈസ്, അതായത് അപ്സെറ്റിംഗ് ചെയ്യുന്നത് മെറ്റൽ ഫ്ലോ എങ്ങനെയാണ്. നമ്മൾ ഈ മെറ്റലിലെ ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലോ എന്ന് പറയാം, ലെങ്തിന് പാരലൽ ആയിട്ടുള്ള. ഇനി റേഡിയൽ ഫ്ലോ എന്ന് പറയാം, അതായത് റേഡിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ റേഡിയസിന് പാരലൽ ആയിട്ടുള്ള. ഓക്കെ, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്സിയൽ എന്ന് പറയാം. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പിന്നെ റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ കറങ്ങിയുള്ള ഫ്ലോ എന്നൊക്കെ പറയാം. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റൽ ഫ്ലോ ആണ് ഈ അപ്സെറ്റിംഗിൽ നടക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൊടുത്തു കഴിഞ്ഞാൽ ഒൺലി അലോങ് ദ ലെങ്ത്, അതായത് ലെങ്ത് വൈസ് മാത്രമാണോ അപ്സെറ്റിംഗിൽ ഫ്ലോ നടക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി കംപ്രസീവ് അലോങ് ആക്സിസ് ആൻഡ് ഔട്ട്വേർഡ് റേഡി, അതായത് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആക്സിസിന്റെ അവിടെ നിന്ന് നിങ്ങൾ ഒരു കംപ്രസീവ് ഫോഴ്സും കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. റേഡിയസിന്റെ അവിടെ നിന്ന്, അതായത് റേഡിയസിന് പാരലായിട്ട് ഇത് വെളിയിലോട്ട് തള്ളി വരുവാണെന്നുള്ളതാണ് എനിക്ക് ചോദിച്ചിരിക്കുന്ന ബിന്റെ അർത്ഥം. ഇനി ഒള്ളി അപ്പോർഡ്, മേലോട്ട് മാത്രം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റും. റൊട്ടേഷണൽ, ഇപ്പം അപ്സെറ്റിംഗ് നമുക്കറിയാം റൊട്ടേഷൻ അല്ല. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അപ്സെറ്റിംഗിൽ നമ്മൾ ആക്സിലിയാണ്, ആക്സിലി എന്ന് പറഞ്ഞാൽ ആക്സിസിന് പാരലായിട്ടാണ് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്സിസിന് പാരലായിട്ട് ഇത് കംപ്രസ് ആവുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡയമെൻഷനിൽ ഇത് വെളിയിലോട്ട് തള്ളി വരണം. അത് റേഡിയസിന് പാരലായിട്ട്, അതിന്റെ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ കൂടി വരും. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കംപ്രസീവ് അലോങ് ആക്സിസ് ആൻഡ് ഔട്ട്വേർഡ് റേഡിയസ്, അതായത് ആക്സിസിനെ ബേസ് ചെയ്ത് കംപ്രസീവ് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. റേഡിയസിനെ ബേസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ അപ്സെറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് പോവാം. കട്ടിംഗ് ഷുഡ് നോട്ട് ബി ഡൺ വെൻ ദ മെറ്റൽ ഈസ്, അതായത് മെറ്റൽ ഏത് കണ്ടീഷനിലായിരിക്കുമ്പോഴാണ് കട്ടിങ് നിങ്ങൾ ചെയ്തുകൂടാത്തത്. ഓക്കെ, മെറ്റല് ഇപ്പം ഏത് കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും നിങ്ങൾ കട്ടിങ് അതിനകത്ത് ചെയ്തുകൂടാത്തെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് യെല്ലോ ഹോട്ട് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ മെറ്റൽ കട്ട് ചെയ്യാമോ ഇല്ലയോ. അടുത്തത് ഓപ്ഷൻ ബി റെഡ് ഹോട്ട്, നല്ല രീതിയിൽ ഹോട്ടാകുന്നു. ഓപ്ഷൻ സി കോൾഡ്, ഓപ്ഷൻ ഡി ഓറഞ്ച് ഹോട്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ഹോട്ട് ചിസൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു കോൾഡ് മെറ്റലിനെ കട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, അതായത് നമ്മൾ ഒരു ഹോട്ട് ചിസൽ ഉപയോഗിച്ച് നിങ്ങൾ കോൾഡ് ആയിട്ടുള്ള ഒരു മെറ്റലിനെ നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ചിസലും വർക്ക് പീസും ഡാമേജ് ആവും. കാര്യം എന്താണ്? അതായത് ഒരു കോൾഡ് ആയിട്ടുള്ള മെറ്റൽ ആണെങ്കിൽ ആ മെറ്റല് എന്താണ്, ഹാർഡാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോട്ടായിട്ടിരിക്കുന്ന ചിസൽ അല്ല, ഹോട്ട് ചിസൽ എന്ന് പറഞ്ഞാൽ ഹോട്ട് മെറ്റലിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിസൽ ഉപയോഗിച്ച് നിങ്ങൾ കോൾഡ് മെറ്റലിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ചിസലിനെ കാട്ടിയും ഹാർഡായിട്ടായിരിക്കും ആ മെറ്റീരിയൽ ഇരിക്കുക. അന്നേരം നിങ്ങൾ അതിനെ കട്ട് ചെയ്യാൻ ഈ പറയുന്ന ചിസൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, കോൾഡ് മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ചിസൽ ഡാമേജ് ആയി പോകും. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കറിയാം, നമുക്ക് ഒരു ഹോട്ട് ചിസൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹോട്ട് മെറ്റലിനെ കട്ട് ചെയ്യാനാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾ അത് കോൾഡ് മെറ്റലിനെ കട്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. ഈ കോൾഡ് മെറ്റൽ എന്ന് പറയുന്നത് ഈ ചിസലിന്റെ കട്ടിങ് എഡ്ജിനെക്കാട്ടിയും ഹാർഡായിട്ടായിരിക്കും അന്നേരം ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ചിസലിന്റെ കട്ടിങ് എഡ്ജ് ഡാമേജ് ആയിപ്പോ. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളൊരു കട്ടിങ്ങിനെ നമ്മൾ ഹോട്ട് ചിസലൊക്കെ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയൽ കോൾഡ് ആവാൻ പാടില്ല. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, കോൾഡ് ആവാൻ പാടില്ല.